ശ്രീ പ്രജേഷ് പണിക്കർ, ഈ സംഭവം നടന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ആറാലുമൂട് എന്ന സ്ഥലത്താണ്. അവിടെ നെയ്യാറ്റിൻകര നഗരസഭ ഒരു തീരുമാനം എടുക്കുന്നു. അവിടെ ഉള്ള ശിവക്ഷേത്രം സീൽ ചെയ്യുവാനായിട്ട്, പൂട്ടുവാനായിട്ട് ഗേറ്റ് പൂട്ടി. അതിന്റെ ദൃശ്യങ്ങളും വെളിയിൽ വന്നതാണ്. പക്ഷെ പിന്നീട് ഇത് SDPI കൊടുത്ത ഒരു പരാതിയെ തുടർന്നാണ് എന്ന് വരുന്നു. പക്ഷേ SDPIയുടെ പ്രാദേശികമായ ഘടകങ്ങൾ അത് സമ്മതിച്ചിട്ടുമില്ല. ശരിക്കും താങ്കളുടെ ഒരു അന്വേഷണത്തിൽ എന്താണ് ബോധ്യമായിട്ടുള്ളത് ഇക്കാര്യത്തിൽ? അതുമാത്രമല്ല, അങ്ങനെയാണെങ്കിൽ SDPIയുടെ സമ്മർദ്ദം പലതരത്തിലും ഉണ്ട് എന്ന രീതിയിൽ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അതിനെല്ലാം സർക്കാർ വഴങ്ങുന്നുവെന്നും. ഹലോ മഞ്ജുഷ്, നമസ്കാരം. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, SDPIയുടെ പരാതിയുടെ മുകളിലാണ് മുനിസിപ്പാലിറ്റി നടപടി എടുത്തിട്ടുള്ളതെന്നാണ്. അതിൻ്റെ മുകളിലാണ് മുനിസിപ്പാലിറ്റി അങ്ങോട്ടേക്കുള്ള ആ ക്ഷേത്രത്തിലേക്കുള്ള വഴി അടച്ചു പൂട്ടിയിട്ടുള്ളതും അവിടെ താഴിട്ടിട്ടുള്ളതും അവിടെ നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളതും എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ അധികൃതർ പറയുന്നത് അത് ആ പ്രദേശത്ത് SDPI പ്രവർത്തകർ പോലുമല്ല, കുറച്ചുകൂടെ ദൂരെ നിന്നുള്ള SDPI പ്രവർത്തകർ ആണെന്നുള്ളതാണ്. SDPIക്ക് അവരുടേതായിട്ടുള്ള അജണ്ട തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ നിയമപരത അവർ ഉപയോഗിച്ചേക്കാം, അതല്ല ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു ലേബലിന് പിറകിൽ അവർ പ്രവർത്തിച്ചേക്കാം, അതെല്ലാം ഉണ്ടായേക്കാം. പക്ഷേ ഇതിൽ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പരാതി അത് SDPIയുടെ ഭാഗത്തു നിന്നല്ല എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് എങ്കിൽ പോലും അങ്ങനെ ഒരു പരാതി നഗരസഭാ അധികൃതർക്ക് കിട്ടുമ്പോൾ അവര് വളരെ അവധാനതയോടെ വേണം അതിന്റെ മുകളിൽ ഒരു തീരുമാനം എടുക്കാൻ. എല്ലാവരും അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഭൂമി കയ്യേറ്റം എന്നുള്ള രീതിയിലാണ്, ഭൂമി പ്രശ്നം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നഗരസഭ അങ്ങനെ ഒരു ഈ ശിവക്ഷേത്രം തുറക്കരുത്, അത് ട്രസ്പാസിംഗ് ആയി പോകും എന്ന രീതിയിലൊരു തീരുമാനമെടുത്തത്. ഇതിലെ ക്ഷേത്രാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ന്യായം എന്താണെന്ന് വെച്ചാൽ, അവിടെ രാമനാഥൻ നായർ എന്ന് പറയുന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് പതിച്ചു കിട്ടിയ ഭൂമിയായിരുന്നു എന്നും അയാൾ മരിച്ചു പോയതുകൊണ്ട് അയാൾക്ക് അവകാശികളില്ലാതെ അത് മുനിസിപ്പാലിറ്റിയുടെ പക്കലേക്ക് തിരിച്ചു വന്നതാണെന്നും ആണ്. അപ്പോൾ ഈ പറയുന്ന രാമനാഥൻ നായർ ഈ ക്ഷേത്രവിശ്വാസിയായിരുന്നു. ഈ ക്ഷേത്രം വിളക്ക് കത്തിച്ചിരുന്ന ആളായിരുന്നു, ഈ ക്ഷേത്രം കൊണ്ടു നടന്നിരുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അയാൾക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ സമ്മതം കൊടുത്തതിന് പ്രകാരമാണ് പിന്നീട് അവര് ക്ഷേത്രം പണിയാൻ ആരംഭിച്ചത്. അപ്പോൾ ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തീർത്തും നിയമപരമായിട്ട് ഉള്ള ആംഗിളിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൽ വസ്തുത ഉണ്ടായേക്കാം. പക്ഷേ ഇങ്ങനെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ എല്ലാ വിശ്വാസികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു നഗരസഭാ അധികൃതർ എടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നഗരസഭ എത്തിയത് എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ ആ പരാതിയിൽ കഴമ്പുണ്ട് താനും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതേപോലൊരു സിനാറിയോ നമുക്ക് നേരെ തിരിച്ചാലോചിക്കാം. ഒരു മുസ്ലിം പള്ളി പുറമ്പോക്കിലാണെന്ന് ഒരു ഹിന്ദു സംഘടന പരാതി കൊടുക്കുന്നു. അപ്പോൾ ആ പരാതിക്കനുസരിച്ച് പെട്ടെന്ന് പള്ളി പോയി താഴിട്ട് പൂട്ടി ഇനി ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതരെത്തുമോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എത്താൻ പാടില്ല. കാരണം അത് വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. എല്ലാവരുടെയും എല്ലാവരും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഭരണകൂടം നടപ്പിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പള്ളിയെ സംബന്ധിച്ച് അങ്ങനെയൊന്നും നടക്കില്ല എന്നാണ് കേരളത്തിൽ പൊതുവെ നിൽക്കുന്ന പൊതുധാരണ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പള്ളിയെക്കുറിച്ചും പള്ളിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ അങ്ങനെയൊന്നും നടക്കാതിരിക്കുക, ക്ഷേത്രത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നും നടക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ചില വിശ്വാസികൾക്കെങ്കിലും എൻ്റെ വിശ്വാസം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതിൽ വേറൊരു വിഷയമുള്ളത്, ഇത് വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിപ്പോൾ നോക്കൂ, എത്രയോ സംഘടനകൾ ഇൻവോൾവ് ആയി, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ അവധാനത നഗരസഭാധികൃതർ കാണിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു. ഇത് വലിയൊരു ചർച്ചയിലേക്കോ വലിയൊരു വിവാദത്തിലേക്കോ ചെന്ന് എത്തില്ലായിരുന്നു. ഇപ്പോൾ SDPI നേതാവ് ശ്രീ അൻസാരി അതിനകത്ത് ചേരുകയാണ്.